നമസ്കാരം. ഗർഭധാരണത്തിന് തയ്യാറെടുക്കുന്ന പല ദമ്പതികളും ചെയ്യുന്ന ഒരു വലിയ തെറ്റാണ് എന്താണെന്നറിയാമോ? പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയതിനു ശേഷമാണ് ആരോഗ്യം ശ്രദ്ധിക്കാൻ അവർ തുടങ്ങുന്നത്. പക്ഷേ ഒരു നല്ല വീട് പണിയാൻ ആദ്യം ഫൗണ്ടേഷൻ ശക്തമാക്കുന്നത് പോലെ തന്നെ ആരോഗ്യവാനായ കുഞ്ഞിനും സുഖകരമായ പ്രഗ്നൻസിക്കും തയ്യാറെടുപ്പ് തുടങ്ങേണ്ടത് പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ജയലേഖ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരോഗ്യകരമായ ഗർഭധാരണത്തിനും ആരോഗ്യവാനായ കുഞ്ഞിനും സഹായിക്കുന്ന ശാസ്ത്രീയവും ആയുർവേദപരവുമായ വിവരങ്ങളാണ് ഈ ചാനലിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പ്രഗ്നൻസിക്ക് മുമ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ പ്രഗ്നൻസി ചെക്ക് ലിസ്റ്റാണ് നമ്മൾ നോക്കുന്നത്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ ഇന്ന് തന്നെ എന്തൊക്കെ തുടങ്ങണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുന്നതാണ്. എന്തുകൊണ്ട് പ്രഗ്നൻസി പ്ലാനിംഗ് വേണം നമുക്കൊന്ന് നോക്കാം. പലരും കരുതുന്നത് കുഞ്ഞ് വേണം, അത് ശ്രമിച്ചാൽ നടക്കും എന്നാണ്. പക്ഷെ ആയുർവേദം പറയുന്നത് ആരോഗ്യവാനായ കുഞ്ഞിന്റെ യാത്ര കൺസെപ്ഷന് മുമ്പേ തന്നെ തുടങ്ങുന്നു എന്നാണ്. ഒരു കർഷകൻ വിത്തിടുന്നതിന് മുമ്പ് മണ്ണ് ഒരുക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ ശരീരവും ഇതിനു വേണ്ടി തയ്യാറാകേണ്ടത്. അതുകൊണ്ടാണ് ഗർഭസംസ്കാരത്തിലും ആയുർവേദത്തിലും പ്രീ കൺസെപ്ഷൻ വളരെ പ്രധാനപ്പെട്ടതായി പറയപ്പെടുന്നത്. ഇതിന് മുന്നോടിയായി കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ചെക്കപ്പ് തന്നെ നിങ്ങൾക്ക് ആവശ്യമാണ്. ആദ്യത്തെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെച്ചോളൂ. ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്ന് തന്നെയാണ്. ഒരു കുഞ്ഞിന് വേണ്ടി ശ്രമിക്കുന്ന ദമ്പതികളാണ് നിങ്ങളെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹോൾ ബോഡി ചെക്കപ്പ് തന്നെ നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ലിസ്റ്റ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് ബെറ്ററാണ്. ഒന്നാമതായി തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇത് സ്ത്രീക്ക് മാത്രമല്ല, ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ തന്നെ ആവശ്യമായ കാര്യം തന്നെയാണ്. ചെക്ക് ചെയ്യേണ്ടവ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ബ്ലഡ് പ്രഷർ, ഷുഗർ, തൈറോയിഡ്, ഹീമോഗ്ലോബിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്യുക. വൈറ്റമിൻ ഡി നോക്കുക, വൈറ്റമിൻ B12, റുബെല്ല ഇമ്മ്യൂണിറ്റി, വെയിറ്റ് ഗെയിൻ എത്രത്തോളമുണ്ട്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എന്തൊക്കെ ഡിസീസുകളുണ്ട്, അതിന് തക്കവണ്ണം ചികിത്സകളും എടുത്തു പോകുക. പല കപ്പിൾസിനും കൺസെപ്ഷൻ വൈകുന്നതിൻ്റെ കാരണം ഇതിൽ നിന്ന് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ സ്റ്റെപ്പ് 1 നമ്മുടെ കഴിഞ്ഞിരിക്കുന്നു, ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്യുക. ഇനി സ്റ്റെപ്പ് 2ലേക്ക് നമുക്കൊന്ന് നോക്കാം. ഹെൽത്തി വെയിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് സ്റ്റെപ്പ് 2ൽ നമ്മൾ പറയാൻ പോകുന്നത്. അമിത വണ്ണവുമല്ല നമുക്ക് വേണ്ടത്, എന്നാൽ മെലിഞ്ഞിരിക്കുന്ന ശരീരവുമായിരിക്കരുത്. എത്രത്തോളമാണ് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റുന്ന ആരോഗ്യം, അതാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഹെൽത്തി BMI മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ ഹോർമോൺസിനെ ബാലൻസ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. അടുത്തതായി സ്റ്റെപ്പ് 3 ന്യൂട്രീഷൻ. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കുഞ്ഞിൻ്റെ ആദ്യത്തെ വീട് എന്ന് പറയുന്നത് അമ്മയുടെ ശരീരമാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ, അയൺ, കാൽസ്യം, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, സീഡ്സ് എല്ലാം തന്നെ ഡയറ്റിൽ ഉൾപ്പെടുത്തി പോകണം. ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോസസ്സ് ചെയ്ത ഫുഡുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ജങ്ക് ഫുഡ്സ് ഇവയൊക്കെ ഇതിൻ്റെ അളവ് പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. ആയുർവേദ പ്രകാരം പറയുന്നത് ശരീരത്തിൽ ദഹനശക്തി എത്രമാത്രം നല്ലതായിട്ട് നടക്കുന്നോ അത്രത്തോളം നമ്മുടെ ശരീരവും നല്ലതായിരിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മുടെ അഗ്നിയെ കുറയ്ക്കുന്ന തക്കവണ്ണമായിട്ടുള്ള ഫ്രൈഡ് ആയിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ തന്നെ കുറച്ച് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും. അടുത്തതായിട്ട് സ്റ്റെപ്പ് 4 ഫോളിക് ആസിഡ്. ഇത് വളരെ പ്രധാനമാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷമല്ല, അതിനു മുമ്പ് തന്നെ നമ്മൾ ഫോളിക് ആസിഡ് തുടങ്ങണം. കാരണം കുഞ്ഞിൻ്റെ ബ്രെയിൻ, സ്പൈനൽ കോഡ് എന്നിവയുടെ ഡെവലപ്മെൻറ്റ് ആദ്യ ആഴ്ചകളിൽ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഫോളിക് ആസിഡ് മുൻകൂട്ടി തുടങ്ങേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റെപ്പ് 5 ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ജീവിതശൈലിയും ഫെർട്ടിലിറ്റിയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. നല്ല ഉറക്കം കിട്ടുക, സ്ട്രെസ് കുറയ്ക്കുക, ഡെയിലി എക്സസൈസ് പ്രാക്ടീസ് ചെയ്യുക, യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, കുറച്ച് നേരമെങ്കിലും നടക്കാൻ ശ്രമിക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക, ആൽക്കഹോൾ ഒഴിവാക്കുക, എക്സസ് ആയിട്ടുള്ള കഫീൻ്റെ അളവ് കുറയ്ക്കുക. ഇവയെല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവയൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ചെക്ക് ലിസ്റ്റിനനുസരിച്ച് ഡെയിലി റുട്ടീനിൽ നല്ല രീതിക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്.
പുരുഷന്മാരുടെ ലൈഫ് സ്റ്റൈൽ പോലും അവരുടെ സ്പേമിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിനാൽ പ്രിപ്പറേഷൻ ഇരുവരുടെയും ഉത്തരവാദിത്തം തന്നെയാണ്. കുഞ്ഞിന്റെ ആരോഗ്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ ചെലുത്തുന്ന ദമ്പതികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ തന്നെ ശ്രമിക്കുക ഈ വീഡിയോ. ആയുർവേദത്തിൽ നമ്മൾ ഇതിനു വേണ്ടി ശരീരത്തെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശരീരത്തെ മാത്രമല്ല, മനസ്സിനെയും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഗർഭധാരണത്തിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരവരുടെ ദിനചര്യ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നതിന് വരെയുള്ള ഒരു ചിട്ടയായ സമയക്രമത്തിനനുസരിച്ച് കാര്യങ്ങളെ അടുക്കി ചിട്ടയോടെ കൊണ്ടുപോകുന്നതിനെയാണ് ദിനചര്യ എന്ന് പറയുന്നത്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുഖം കഴുകുന്നതായിക്കോട്ടെ, പല്ല് തേക്കുന്നതായിക്കോട്ടെ, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതായിക്കോട്ടെ, ഇതിനൊക്കെ തന്നെ ഒരു ചിട്ടവട്ടങ്ങളുണ്ട്, അതിനൊരു സമയമുണ്ട്. ആഹാരം കഴിക്കുന്നതിലും എല്ലാത്തിലും തന്നെ. അപ്പൊ അതൊക്കെ ചിട്ടയായിട്ട് കൊണ്ടുപോകുന്നതാണ് ഒരു ദിനചര്യയിൽ ഉൾപ്പെടുക. അപ്പൊ അതിനനുസരിച്ച് ഒരു ശരീരത്തെ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് ആയുർവേദത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നല്ല ഭക്ഷണം എങ്ങനെയായിരിക്കണം, നല്ല ഉറക്കം എങ്ങനെയായിരിക്കണം, പോസിറ്റീവ് തോട്ട്സിന്റെ കാര്യങ്ങൾ, അവ കൊണ്ടുള്ള ഗുണങ്ങൾ, സ്പിരിച്വൽ പ്രാക്ടീസ് എങ്ങനെയായിരിക്കണം, ശരീരശുദ്ധി വരുത്തുക. അതായത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ആയുർവേദ വിധി പ്രകാരം പഞ്ചകർമ്മങ്ങൾ ചെയ്യേണ്ട അവസ്ഥ ശരീരത്തിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് ശരീരശുദ്ധി വരുത്തണം. നല്ല കുടുംബാന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ഇതെല്ലാം ചേർന്നതാണ് ഒരു ഗർഭ സംസ്കാരത്തിന്റെ തുടക്കമായി ആയുർവേദത്തിൽ പറയുക. അപ്പോൾ നമ്മൾ കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ പ്രിപ്പറേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം നമ്മൾ കുഞ്ഞിനെ പറ്റി ആലോചിക്കാൻ തന്നെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും ആയി എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടായതിനു ശേഷം മാത്രമല്ല. എപ്പോഴാണോ അവർ മനസ്സുകൊണ്ട് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് തന്നെ അവര് പേരൻസ് ആയി കഴിഞ്ഞു എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അതിനനുസരിച്ച് ഒരു കുഞ്ഞിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുക, മനസ്സുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്തു പോകേണ്ട പ്രിപ്പറേഷൻ. ഇനി ദമ്പതികൾ ചെയ്തു പോകുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമതായി തന്നെ എന്ന് പറയുന്നത്, പ്രഗ്നൻസി പോസിറ്റീവ് ആയതിനു ശേഷമാണ് അവർ വൈറ്റമിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു തെറ്റായ കാര്യമാണ്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ശരീരം ഹോൾ ബോഡി ചെക്കപ്പ് ചെയ്തതിന് ശേഷം എന്തൊക്കെ മിനറൽസ്, വൈറ്റമിൻസ് നമുക്ക് ഡെഫിഷ്യൻസി ഉണ്ടോ അതിനനുസരിച്ച് സപ്ലിമെന്റ്സ് എടുത്തു പോകേണ്ടതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഫുഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തി പോകേണ്ടത് അതിനനുസരിച്ച് ശരീരം മെയിൻറ്റെയിൻ ചെയ്തു പോകുക. രണ്ടാമതായി കാണിക്കുന്ന തെറ്റാണ് രാത്രി വൈകി ഉറങ്ങുക എന്നുള്ളത്. ഒരു ടൈം നമ്മൾ ബാലൻസ്ഡ് ആക്കി കീപ്പ് ചെയ്ത് വെക്കുക. രാത്രിയിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങാനായിട്ട് മാത്രമായിട്ട് കിടക്കുക. അധികം വൈകി കിടക്കാതെ ഒരു 10 മണി അല്ലെങ്കിൽ 11 മണിക്കകം എന്നുള്ള രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ മിസ്റ്റേക്കാണ് സ്ട്രെസ് കൂടുതൽ കൊണ്ടുവരിക എന്നുള്ളത്. ടെൻഷൻ, സ്ട്രെസ് പോലുള്ളവ മൈൻഡിലേക്ക് നല്ല രീതിയിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന അവസ്ഥ വരുന്നുണ്ട്. ഈ സ്ട്രെസ്, ടെൻഷൻ പോലുള്ള വരുമ്പോൾ തന്നെ നമ്മുടെ ഉറക്കത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരത്തിലും വ്യത്യാസം വരുന്നുണ്ട്. വിശപ്പ് നല്ല രീതിയിൽ വരുന്നില്ല. ഇതെല്ലാം തന്നെ നമ്മളെ നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. നാലാമത്തെ മിസ്റ്റേക്കാണ് ജങ്ക് ഫുഡ് സ്ഥിരമായിട്ട് നമുക്ക് കഴിക്കുക എന്നുള്ളത്. വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഇല്ല, പക്ഷെ സ്ഥിരമായി കഴിക്കുന്നതുകൊണ്ട് തന്നെ ജങ്ക് ഫുഡിൽ അടങ്ങിയിരിക്കുന്ന കൂടുതലായിട്ടുള്ള കൊഴുപ്പുകൾ, അതുപോലെ തന്നെ സ്പൈസി, ഇതൊക്കെ തന്നെ വയറിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇത് ഭാവിയിലാണ് നമുക്കൊരു പ്രോബ്ലം ഉണ്ടാക്കുക. കൊളസ്ട്രോള്, അതുപോലെ തന്നെ അൾസർ പോലുള്ള പ്രശ്നങ്ങൾ പിന്നീട് കാണിക്കുന്നതായിരിക്കും. അഞ്ചാമത്തെ മിസ്റ്റേക്കാണ്, ഇത് ആണുങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്, അവർ ഹെൽത്ത് ശ്രദ്ധിക്കാറില്ല എന്നത് തന്നെ. അവർ ജോലിക്ക് പോകുന്നു, ജോലിയുടെ ടെൻഷൻ കാണും, വീട്ടിൽ നിന്ന് ചിലപ്പോൾ കഴിക്കാതെ ആയിരിക്കാൻ പോകുന്നത്, പുറമേ നിന്ന് ജങ്ക് ഫുഡ് മാത്രം കഴിക്കുന്നു, അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നു. വൈകുന്നേരം ലേറ്റ് ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു, വൈകി കിടന്നുറങ്ങുന്നു. ഒന്നിലും ഒരു ചിട്ടയില്ലാത്ത അവസ്ഥ, സ്വന്തമായിട്ടുള്ള ശരീരത്തെ ശ്രദ്ധിക്കാത്ത ഒരവസ്ഥ. ഇടയ്ക്ക് ശനിയാഴ്ചയോ ഞായറാഴ്ചയോ എപ്പോഴേലും ഒരു ലീവ് കിട്ടുമ്പോൾ ഒന്ന് ജിമ്മിലേക്ക് പോകുന്നു, എക്സസൈസ് ചെയ്യുന്നു, അന്ന് കൊണ്ട് കഴിഞ്ഞു, പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് നോക്കിയാൽ മതി. ഇങ്ങനെ ശരീരം ശ്രദ്ധിക്കാത്ത ഒത്തിരി ഭർത്താക്കന്മാരുണ്ട്. അപ്പം നിങ്ങളുടെ ആരോഗ്യം കറക്റ്റായി നോക്കിയാൽ മാത്രമേ സ്പേമിന് നല്ല രീതിയിലുള്ള ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ, മോട്ടിലിറ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരവും മാറ്റിക്കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമാണ്. ഒരു ചിട്ടയായ
സമയത്തിനനുസരിച്ചുള്ള ആഹാരം, ഉറക്കം ഇതെല്ലാം തന്നെ ഡെയിലി കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനും നമുക്ക് ജന്മം നൽകാൻ കഴിയുകയുള്ളൂ. ഈ പറഞ്ഞ 5 മിസ്റ്റേക്ക് ചെറിയ കാര്യങ്ങളായി തോന്നുമെങ്കിലും അവ വലിയ മാറ്റം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള മിസ്റ്റേക്കുകളെല്ലാം തന്നെ തിരുത്തി നല്ല ആരോഗ്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് നല്ലൊരു തലമുറയ്ക്ക് ജന്മം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഗർഭിണി ആയതിനു ശേഷമല്ല, അതിനു മുമ്പേ തന്നെ തുടങ്ങുന്ന യാത്രയാണ് എന്ന് തന്നെയാണ്. നിങ്ങൾ ഇന്നു മുതൽ ചെറിയ മാറ്റങ്ങൾ ആരംഭിച്ചാൽ അതിൻ്റെ ഗുണം നിങ്ങളുടെ പ്രഗ്നൻസിയിലും ഉണ്ടാവും. അതുപോലെ തന്നെ കുഞ്ഞിന്റെ ആരോഗ്യത്തിലും അത് പ്രതിഫലിക്കും. ഇതുപോലുള്ള പ്രഗ്നൻസി പ്ലാനിങ്, ഗർഭസംസ്കാരം ഇവയെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ദമ്പതികൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്.